അങ്ങനെ നമ്മുടെ ബാലൻ ധർമ്മനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് നമ്മുടെ ധർമ്മനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ദേവമംഗലത്തേക്ക് തിരിച്ചു വരണം, നീ പോയ ശേഷം ദേവമംഗലത്ത് ഒരു മനസ്സമാധാനവും ഇല്ല, ആരും അവിടെ സന്തോഷമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, ദേവമംഗലക്കാർ സന്തോഷമാണോ ദുഃഖത്തിലാണോ എന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എൻ്റെ വീട് കൃഷ്ണമംഗലത്താണ്, ഞാൻ എൻ്റെ ഏട്ടന്മാരുടെയും ഒക്കെ ഒപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ സുഖമായാലും വേണ്ടില്ല ദുഃഖമായാലും വേണ്ടില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യം ആരാ പൈസ എടുത്തതെന്ന് ഞാൻ അറിയട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാൻ ദേവമംഗലത്തേക്ക് ഞാൻ വരണോ വേണ്ടേ എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മളെ ഗോമതി സ്റ്റോറിലേക്ക് ഉദയഭാനു വരുന്നുണ്ട്. ഉദയഭാനു ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കടയിലേക്ക് ആൾക്കാർ വന്നിട്ട് ദേവി നീട്ട് പോകുന്നുണ്ട്, അവർക്ക് സാധനം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ ഉദയഭാനു മെല്ലെ പൈസ എടുക്കാൻ നോക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എന്താ ഉദയഭാനു ചെയ്യണമെന്ന്. അവൾക്ക് മനസ്സിലാവേണ്ട ഉദയഭാനുവാണ് പൈസയൊക്കെ എടുക്കണമെന്നും ഇതുവരെയുള്ള പൈസ മുഴുവൻ ഉദയഭാനുവാണ് എടുത്തതെന്നും ധർമ്മനല്ല എന്നും നമ്മുടെ ദേവി മനസ്സിലാക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.